ഓല പോരായ്മ. എന്നാൽ അള്ളാഹുവിന്റെ അരുളപ്പാട് എന്താ? ഉലുൽ അസ്മ മിനർ റുസുൽ അല്ലെ, 1,1,00,000 നബിമാരുണ്ട്. അതിൽ 300 ചില്ലറാണ് റസൂലുമാര്. അതിൽ ഉലുൽ അസ്മ ഏറ്റവും മനക്കരുത്തുള്ള 5 പ്രവാചകന്മാരാ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലേ, എന്തൊരു പൊന്നുപോലെയാണ്, എത്ര കൗതുകത്തിലും വാത്സല്യത്തിലും സ്നേഹത്തിലുമാണ് അള്ളാഹു നബിമാരെ പറ്റിയൊക്കെ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. കേട്ടോ, ഓലൊന്നും പ്രവർത്തനം വിജയിച്ചില്ല. ആര്? ഇതൊരു കിബറുള്ള ആൾക്കല്ലാതെ പറയാൻ പറ്റും? നിങ്ങൾ പറയും. ഇതൊക്കെ എന്തിനാണ്? ഭരണം പിടിച്ചെടുക്കാൻ. ഈ നബിമാരൊക്കെ എന്തിന് ഭരണമോഹികളും ഭരണദാഹികളും സ്ഥാനാർത്ഥികളുമാക്കി മാറ്റി? എന്തിനാ ഇതൊക്കെ ചെയ്തത്? യഥാർത്ഥത്തിൽ നബിമാര് വന്നിട്ട് എന്താ ജനങ്ങളോട് പറഞ്ഞത്? ജനങ്ങളെ, ഭരണം നമ്മളാണ് നടത്തേണ്ടത് എന്നാണോ? ആണോ? അല്ല. പിന്നെയോ, നിങ്ങൾക്ക് ഭരണം നഷ്ടപ്പെടും, പണം നഷ്ടപ്പെടും, സ്വൈരം നഷ്ടപ്പെടും, സ്വത്ത് നഷ്ടപ്പെടും, മക്കൾ നഷ്ടപ്പെടും, ഭാര്യാഭർത്താക്കന്മാർ നഷ്ടപ്പെടും. സ്വർഗം കിട്ടണോ? ഇതാ ചോദ്യം അല്ലേ? ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സത്യവിശ്വാസികളുടെ സ്വത്തും അതുപോലെ ശരീരവും അള്ളാഹു വിലക്ക് വാങ്ങിയിരിക്കുന്നു സ്വർഗത്തിന് പകരമായി. ഇല്ലേ? വലനബ്ലുവന്നക്കും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഫ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശിരിസ് സാബിരീൻ. യുദ്ധം കൊണ്ട്, ഭയം കൊണ്ട്, വിശപ്പ് കൊണ്ട്, ദാഹം കൊണ്ട്, ധനനാശം കൊണ്ട്, ഫലനാശം കൊണ്ട്, ജീവനാശം കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വലനബ്ലുവന്നക്കും, ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം. ഇതൊക്കെ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും എന്നാ പറഞ്ഞേ. മനസ്സിലായില്ലേ? അപ്പോൾ അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നു കയറാണെന്ന് വിചാരിച്ചോ? അങ്ങ് കയറി ചെല്ലാന്ന് വിചാരിച്ചോ? വലമ്മാ യഅ്തികും മസലുല്ലദീന ഖലൂ മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർക്ക് സംഭവിച്ച പോലെയൊന്നും സംഭവിക്കാതെ, മസ്സതുഹുൽ ബസ്സാഉ വല്ലറാഉ, ദുഃഖങ്ങളും ദുരിതങ്ങളും അവരെ പിടികൂടി, വസുൽസിലു, അവർ കിടുകിട വിറപ്പിക്കപ്പെട്ടു, ഹത്താ യഖൂല റസൂലു വല്ലദീന മഅഹു മതാ നസ്റുല്ലാഹ്, ഇനിയെപ്പോഴാ അള്ളാഹു സഹായിക്കുക, ഇനിയെപ്പോഴാ അള്ളാഹുവിന്റെ സഹായം എന്നവർ ചോദിക്കുന്നിടത്ത് വരെ എത്തിയെന്ന് ഖുർആൻ പറയുകയാണ്. ഈ നിലക്ക് വിഷമങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. ഈ ദുനിയാവില് ഇങ്ങനെ ഉണ്ടാകൂ, ഉഷാറായിരിക്കും, ഇസ്ലാമായാൽ അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും എന്ന് പറഞ്ഞിട്ടല്ല ആഗ്രഹം വെപ്പിച്ചത്. പിന്നെയോ, നരകമുണ്ട്, രക്ഷപ്പെടണം, സ്വർഗമുണ്ട്, അവിടെ എത്തിപ്പെടണം. അതാണ് ഈ ദുനിയാവിലെ സ്വർഗത്തെ പറ്റിയല്ല. ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട നബിമാരാണ്, ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് നബിമാരാണ്. വളരെ വളരെ ചുരുക്കം നബിമാര് മാത്രമേ നല്ല സുഖസുന്ദരമായി ജീവിച്ചിട്ടുള്ളൂ. ഇതാണ് വസ്തുത. അപ്പോൾ പ്രവാചകന്മാരുടെ ലക്ഷ്യം അതായിരുന്നില്ല. പ്രവാചകന്മാര് പഠിപ്പിച്ചത്, ജനങ്ങളോട് പഠിപ്പിച്ചതും അതായിരുന്നില്ല, ജനങ്ങളെ ആഗ്രഹിപ്പിച്ചതും അതായിരുന്നില്ല. പ്രരൂപശാസ്ത്രം, എന്താണ് പ്രരൂപശാസ്ത്രം എന്നൊരു ശാസ്ത്രമുണ്ട്. അതാരതാ? ജമാഅത്തെ ഇസ്ലാമിൻ്റെതാ. ടൈപ്പോളജി. എന്താണ് ടൈപ്പോളജി? അതെന്താ? ഡോക്ടർ അലി ശരീഅത്തിയാണത് ലേഖനമാക്കി എഴുതിയത്. പ്രബോധനത്തിലാണ് അത് വന്നത് എന്ന് എട്ടുകാലി വലന്റെ കാലത്ത്. പ്രായമുള്ളവർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. എന്ത്? ഏതൊരു കോന്തൻ സ്വപ്നം കണ്ട്, ഏതൊരു ചങ്ങായി സ്വപ്നം കണ്ടു, എന്താ? ഹിജറാഘോഷം സംഘടിപ്പിക്കണം. അതിന്റെ അടയാളം എന്താണ്? എട്ടുകാലി വല. എന്താ സംഭവം? മുഹമ്മദ് നബിയെയും അബൂബക്കർ സിദ്ദീഖും സൗർ ഗുഹയില് ഒളിഞ്ഞു പാർത്തപ്പോ ചങ്ങാതിമാര്, ഖുറൈശികള്, സുറാഖത്ത് ബിൻ മാലിക്കിനെ പോലെയുള്ള പണമോഹികളൊക്കെ നബിന്റെ തടിയും തെരഞ്ഞ് നടന്നപ്പോ അവിടെ ചെന്ന് നോക്കുമ്പോ എട്ടുകാലി വല കെട്ടിയിരിക്കണം. എന്നാ അവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അവര് പോയി. ആ എട്ടുകാലി വലയാണ് ഹിജറാഘോഷത്തിന്റെ അടയാളം. എങ്ങനുണ്ട്? അള്ളാഹു ഖുർആനിൽ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാലോ എട്ടുകാലിന്റെ വലനെ പറ്റി, ഇല്ലേ? ഇന്ന ഔഹനൽ ബുയൂതി ലബൈത്തുൽ അൻകബൂത്ത്, അല്ലേ? അള്ളാഹു അല്ലാത്തവരെ അള്ളാഹു അല്ലാത്ത ഇലാഹുകളെ ഉണ്ടാക്കി, അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ച ആളുകളുടെ ഉദാഹരണം ഒരു എട്ടുകാലിയെ പോലെയാണ്. ഇത്തഖദത്ത് ബൈത്താ, വലിയൊരു പെരണ്ടാക്കിയോള്. ഇന്ന ഔഹനൽ ബുയൂതി ലബൈത്തുൽ അൻകബൂത്ത്, വീടുകളിൽ വെച്ച് ഏറ്റവും
ഏറ്റവും ബലം കുറഞ്ഞ വീട് 8 കാലിന്റെ വലയാണ്. അത് അബൽക്ക് കിട്ടിയത് 8 കാലി വല. അതിന്റെ ഓട്ടം വെച്ചിട്ട് കുറച്ചു കാലം പ്രബോധനം ഇറങ്ങി. അതിലാണിത് വന്നത്, പ്രരൂപശാസ്ത്രം. അതിലെന്താ പറഞ്ഞത്? നമ്രൂദിന്റെ ദുർഭരണത്തിൻ കീഴിൽ ഞെരിഞ്ഞമർന്ന ജനകോടികളെ രക്ഷിക്കുവാൻ കാലഘട്ടത്തിന്റെ താല്പര്യമെന്നോണം കടന്നുവന്ന വിപ്ലവ വിമോചന പ്രസ്ഥാന നായകനാണ് ഇബ്രാഹിം നബി. ഇതെന്താ, മാർക്സിസാ, നക്സലിസാ? അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു പരിചയപ്പെടുത്തിയോ? ഇല്ല. റസൂൽ പരിചയപ്പെടുത്തിയോ? ഇല്ല. ഖുർആനിലോ ഹദീസിലോ ചരിത്രത്തിൽ എവിടെയെങ്കിലുമോ ഉണ്ടോ? ഇല്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്താ പറഞ്ഞത്? ഞാനാണ് ഭരിക്കേണ്ടതെന്നാണോ? ഭരണം ഇസ്ലാമിൻ്റെതാകണമെന്നാണോ? ഞാൻ അള്ളാഹുവിന്റെ ഖലീഫയാണെന്നാണോ? അല്ല. അങ്ങനെ വല്ലതും പറഞ്ഞെങ്ങനെ ഈ വാപ്പ ഉണ്ടാവില്ലേ കൂടെ? വാപ്പ മിണ്ടാതെ ശരിക്കും നിന്നോളിട്ടോ, നാളെ ഞാനാ ഇവിടെ പ്രധാനമന്ത്രിയാകുമ്പോൾ അപ്പൊ നിങ്ങളെ രാജാവാക്കാന്ന് പറയില്ലേ? അങ്ങനെയല്ലേ സാധനം വരിക? അതുമല്ല, നമ്രൂദിന്റെ ദുർഭരണത്തിന് കീഴിൽ ജനകോടികൾ ഞെരിഞ്ഞമരുകയായിരുന്നുവെങ്കിൽ എന്നാ ഒരു 10 ലക്ഷം ആള് ഇബ്രാഹിം നബിന്റെ കൂടെ ഉണ്ടാവൂലേ? ആകപ്പാട് കിടങ്ങാറായി വിഷമിച്ച് വേദനിച്ച് കഷ്ടപ്പെട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു അള്ളാഹുവിന്റെ റസൂല് വരികയായിരുന്നുവെങ്കിൽ, അവരെ രക്ഷിക്കാനാണ് വന്നതെങ്കിൽ, അതായിരുന്നു ദൗത്യമെങ്കിൽ കുറെ ആള് ഇബ്രാഹിം നബിന്റെ കൂടെ ഉണ്ടാവൂലേ? ഉണ്ടായോ? ഇല്ല. എന്തേ? അതിനല്ല വന്നത്. അവരെ നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കാനാ. മേത്തേക്ക് പിടിക്കുന്ന വിഷയാ പറഞ്ഞത്. എന്ത്? ഇതിനെ ആരാധിക്കാൻ പാടില്ല, ഓല ആരാധിക്കാൻ പാടില്ല. അപ്പ എറിഞ്ഞു എല്ലാരും. ബാപ്പി എറിഞ്ഞു, രാജാവ് എറിഞ്ഞു, ജനങ്ങൾ എറിഞ്ഞു. തീക്കുണ്ടമുണ്ടാക്കി ബാപ്പടക്കം എണ്ണയും വിറകൊക്കെ നേർച്ചയാക്കി. ഇതാണ് എന്തേ കാരണം? ഈ അധികാരത്തിന്റെ ചക്കരക്കുടമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവതരിപ്പിച്ചതെങ്കിൽ അങ്ങനെയാ ഉണ്ടാകുക. അല്ല, കരിക്കടാവനെ തീയിലിട്ട് കൊല്ല്. ആരാ? എല്ലാരും. ഞാനും ഉണ്ട് വാപ്പ, ഞാനും ഉണ്ട്. എന്തേ പ്രശ്നം? ഇതാ. അപ്പോൾ എല്ലാ നബിമാരും എങ്ങനെയാണോ വന്നത് അതന്നെ ഈ ഇബ്രാഹിം നബി വന്നു. എല്ലാ നബിമാരെ പറ്റി ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ ആ രീതിയിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നബിമാരെയൊക്കെ അരക്കാശിന് വിലയില്ലാത്ത വിപ്ലവക്കാരാക്കി, മറിച്ച് വിശുദ്ധമായി വിശ്വാസം പറഞ്ഞ് സ്വഭാവവും സംസ്കാരവും ഉണ്ടാക്കി, ആരാധനയും അനുഷ്ഠാനവും ഉണ്ടാക്കി, സുജൂദും റുക്കൂവും പഠിപ്പിച്ച്, അങ്ങനെ നിസ്കാരത്തിലും സക്കാത്തിലും നോമ്പിലും സദഖയിലും ദിക്റിലും ദുആയിലും ഒക്കെ വളർത്തിയെടുക്കാനായിരുന്നു നബിമാര് വന്നത്. അതിനൊക്കെ പകരം അടിച്ച് പിടിച്ച് ഒടിച്ച് തടിച്ച് തകർത്ത് കൊട്ടാരങ്ങളൊക്കെ നശിപ്പിച്ച് നടക്കുന്ന വിപ്ലവക്കാരാക്കി മാറ്റി. അതിന്റെ സ്വഭാവമാണ്, അതിന്റെ വെകിളി പിടിക്കലാണ്, അതിന്റെ കോമരം തുള്ളലാണ് സോളിഡാരിറ്റി ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നബിമാരെ തന്നെ അങ്ങനെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അനുയായികൾ അങ്ങനെ ആകണ്ടേ? വേണം. അതിന് പകരം നമ്മുടെ നല്ലവരായ ഇഖ്ലാസുൽ അടിമകളിൽപ്പെട്ടവരായിരുന്നു ഈ പ്രവാചകന്മാർ. അവര് അവ്വാഹുൻ ഹലീം, ഖേദമുള്ളവനും തന്റേടിയുമായിരുന്നു, ഇല്ലേ? അങ്ങനെ സയ്യിദം വഹസൂറം വനബിയ്യ ഹനാനം മിൻ ലദുന്നാ വസകാത്തം വകാന തഖിയ വബറം ബിവാലിദൈഹി വബറം ബിവാലിദതി. അങ്ങനെ അമ്മാനോടും ബാപ്പാനോടും ഒക്കെ സ്നേഹമുള്ള, വളരെ വിനയമുള്ള, താഴ്മയുള്ള ഇങ്ങനെയുള്ള ആൾക്കാരായി നിസ്വാരിയൂന ഫിൽ ഖൈറാത്തി, നല്ല കാര്യങ്ങളിലൊക്കെ മത്സരിക്കുന്ന, റഗബം വറഹബ, ഭയപ്പാടോടുകൂടി സ്വർഗത്തെപ്പറ്റിയുള്ള ആഗ്രഹത്തോടുകൂടി നമ്മളോട് പ്രാർത്ഥിക്കുന്ന നല്ലവരായ മനുഷ്യന്മാരായിരുന്നു ഈ പ്രവാചകന്മാർ എന്ന് അള്ളാഹു പരിചയപ്പെടുത്തുമ്പോ ജമാഅത്തെ ഇസ്ലാമി പറയുന്ന അങ്ങനെയല്ല.